പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി.ജെ.പിക്കുമെതിരെ സർപ്രൈസ് നീക്കം നടത്തിയിരിക്കുകയാണ് ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ബി.ജെ.പി നേതാക്കന്മാർക്ക് നിശ്ചയിച്ച 75 വയസ്സ് എന്ന പ്രായപരിധി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തി കെജ്രിവാൾ ആർ.എസ്.എസ് തലവൻ മോഹൻ ഭഗവതിന് കത്തെഴുതി. ഇന്ത്യൻ ജനാധിപത്യത്തെ രക്ഷിക്കുകയും ശക്തിപ്പെടുത്തുകയും മാത്രമാണ് ഇങ്ങനെയൊരു എഴുത്തിലൂടെ തന്റെ ലക്ഷ്യമെന്ന് ആം ആദ്മി പാർട്ടി നേതാവ് 2 പേജുള്ള കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ചേർന്നാണ് ബി.ജെ.പി നേതാക്കന്മാർ 75 വയസ്സിന് ശേഷം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറണമെന്ന നിയമമുണ്ടാക്കിയതെന്ന് കെജ്രിവാൾ കത്തിൽ ചൂണ്ടിക്കാട്ടി. വ്യാപകമായി ആഘോഷിക്കപ്പെട്ടിരുന്നു ഈ നിയമം. എൽ.കെ. അദ്വാനി, മുരളി മനോഹർ ജോഷി, ബി.സി. ഖണ്ഡൂരി, സുമിത്ര മഹാജൻ ഉൾപ്പെടെയുള്ള നിരവധി മുതിർന്ന നേതാക്കൾക്കെല്ലാം ഇതേ തുടർന്ന് സ്ഥാനമൊഴിയേണ്ടിയും വന്നു. എന്നാൽ ഈ നിയമം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ബാധകമല്ലെന്നാണ് ഇപ്പോൾ അമിത്ഷാ പറയുന്നത്. എൽ.കെ. അദ്വാനി വിരമിക്കാൻ നിർബന്ധിതനായ നിയമം മോദിക്ക് ബാധകമല്ലെന്ന നിലപാടാണോ താങ്കൾക്കുള്ളത്? ഈ നിയമം എല്ലാവർക്കും തുല്യമല്ലേ എന്നും കെജ്രിവാൾ ആർ.എസ്.എസ് തലവനോട് ചോദിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ബി.ജെ.പി അധ്യക്ഷൻ ജെ.പി. നദ്ദ നടത്തിയ അഭിപ്രായ പ്രകടനവും കത്തിൽ കെജ്രിവാൾ ഉയർത്തിയിട്ടുണ്ട്. ബി.ജെ.പി സ്വയം പര്യാപ്തമായിട്ടുണ്ടെന്നും ഇപ്പോൾ ആർ.എസ്.എസിന്റെ ആവശ്യമില്ലെന്നുമായിരുന്നു നദ്ദ അഭിപ്രായപ്പെട്ടത്. സ്വന്തം മാതാവിനോട് ഇപ്പോൾ ഇങ്ങനെയൊരു സമീപനം പുലർത്താൻ മാത്രം മകൻ വളർന്നുപോയോ എന്ന് കെജ്രിവാൾ ചോദിച്ചു. ബി.ജെ.പി വിവിധ പാർട്ടികളെ പിളർത്തുന്നതും പദവികൾ വാഗ്ദാനം ചെയ്തും ഇ.ഡിയെ കാണിച്ച് ഭീഷണിപ്പെടുത്തിയും അഴിമതിക്കാരായ നേതാക്കളെ സ്വീകരിക്കുന്നതുമെല്ലാം കത്തിൽ കെജ്രിവാൾ ഉയർത്തി. ഹിമന്ത ബിശ്വ ശർമ്മ, സുവേന്ദു അധികാരി, അജിത് പവാർ ഉൾപ്പെടെയുള്ള നേതാക്കളെ ബി.ജെ.പിയിലേക്കും ഇന്ത്യ സഖ്യത്തിലേക്കും സ്വീകരിച്ചതെല്ലാം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അട്ടിമറിക്കുന്നത് രാജ്യത്തിനും ജനാധിപത്യത്തിനും നല്ലതാണ്. സത്യസന്ധമല്ലാത്ത വഴികളിലൂടെ അധികാരം പിടിച്ചെടുക്കുന്നത് ആർ.എസ്.എസ് അംഗീകരിക്കുന്നുണ്ടോ? ബി.ജെ.പി ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ ആർ.എസ്.എസ് താൽപ്പര്യപ്പെടുന്നുണ്ടോ? ഇത് ശരിയല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? കെജ്രിവാൾ ചോദിച്ച ചോദ്യങ്ങൾ ഇങ്ങനെയാണ്. ആർ.എസ്.എസിന്റെ ഗർഭപാത്രത്തിൽ പിറന്നതാണ് ബി.ജെ.പി എന്നും ആ പാർട്ടിക്ക് മാർഗഭ്രംശം സംഭവിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടത് ആർ.എസ്.എസ് ആണെന്നും അദ്ദേഹം പറഞ്ഞു. അതിന്റെ ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. മോദി തെറ്റായ കാര്യങ്ങൾ ചെയ്തപ്പോൾ താങ്കൾ തടഞ്ഞിരുന്നോ എന്നും കെജ്രിവാൾ ചോദിക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 17-ന് മോദിക്ക് 74 വയസ്സ് പൂർത്തിയായിരുന്നു. ഈ സമയത്തും ബി.ജെ.പിയിലെ പ്രായപരിധിയെക്കുറിച്ചുള്ള ചർച്ചകൾ ഉയർന്നിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ ജാമ്യത്തിലിറങ്ങിയ കെജ്രിവാൾ തന്നെയാണ് ഈ വിഷയം ആദ്യമായി പരസ്യമായി ഉയർത്തിയതും. എൻ.ഡി.എ ജയിച്ചാലും പാർട്ടി നിയമമനുസരിച്ച് മോദി പ്രധാനമന്ത്രിയാകില്ലെന്നായിരുന്നു അദ്ദേഹം ഉന്നയിച്ചത്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം പങ്കെടുത്ത ആദ്യ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ കെജ്രിവാൾ നടത്തിയ പ്രസ്താവന പ്രധാനമന്ത്രി സ്ഥാനത്തെ ചൊല്ലി എൻ.ഡി.എയിൽ ആശയക്കുഴപ്പം എന്ന തരത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു.